ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായ ബി ഡാൻസ് മാരത്തോൺ ടാസ്ക്കാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ ആഹ്ലാദഭരിതമാക്കുന്ന ഒരു ടാസ്കുകളിൽ ഒന്നാണ് ബി ഡാൻസ് മാരത്തോൺ ടാസ്ക്. മുൻപുള്ള പല സീസണുകളിലും വന്നിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഈ ഒരു ടാസ്കിന്റെ ചില ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, ടാസ്കിന്റെ തുടക്കം മുതൽ അവസാനം വരെ ക്യാരക്ടർ വിടാൻ പാടില്ല. എല്ലാവർക്കും 10 കോയിൻ വെച്ച് കൊടുക്കണം. ആ 10 കോയിന് ഡിവൈഡ് ചെയ്യണം. അതായത് അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് 10 കോയിൻ ഡിവൈഡ് ചെയ്യണം. അതിൽ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയെ കാത്തിരിക്കുന്നത് ഒരു സൂപ്പർ പവറാണ്. അങ്ങനെ കണ്ടസ്റ്റൻസിൻ്റെ റോൾ എന്ന് പറയുന്നത്, ക്യാരക്ടർ എന്ന് പറയുന്നത്, സാബുമാന് ഭൂതമാണ് കിട്ടിയിരിക്കുന്നത്. അക്ബറിനായിക്കോട്ടെ മിന്നൽ മുരളി, ബിന്നിക്ക് സിക്കന്ദർ, ആര്യന് മായാമോഹിനി, ആദിലയ്ക്കായിക്കോട്ടെ പാർത്ഥസാരഥി വേഷമാണ്. മാലിന്യയുടെ തീരങ്ങൾ എന്നുള്ള ആ ഒരു ഗാനത്തിലെ ക്യാരക്ടറാണ് നെവിന് കിട്ടിയിരിക്കുന്നത്. നൂറയ്ക്ക് കാർത്തുമ്പി എന്ന വേഷം, അനീഷിനായിക്കോട്ടെ ജോക്കർ, അനുമോൾക്ക് നന്ദിനിക്കുട്ടി, കിലുക്കത്തിലെ രേവതി ചെയ്തിരിക്കുന്ന നന്ദിനിക്കുട്ടി എന്നുള്ള കഥാപാത്രമാണ്. ലക്ഷ്മിക്ക് കസ്തൂരി എൻ്റെ കസ്തൂരി എന്നുള്ള ആ ഒരു കഥാപാത്രം, ഷാനവാസിന് വേലായുധൻ, ഉള്ളൻകൊല്ലി വേലായുധൻ. അതായത് പാട്ട് വെക്കുന്ന സമയത്ത് ഇവർ ഡാൻസ് കളിക്കണം, എന്നാൽ അവരുടെ ക്യാരക്ടർ വിടാൻ പാടില്ല. ഈ ഒരു ടാസ്ക് എപ്പോഴാണോ തുടങ്ങുന്നത് ആ തുടങ്ങിയ സമയം മുതൽ അവസാനിക്കുന്നിടം വരെയും ക്യാരക്ടർ വിടാതെ ഡാൻസ്, പാട്ട് വെക്കുന്ന സമയത്ത് ഡാൻസ് കളിക്കണം. അതോടൊപ്പം തന്നെ ആ ഒരു കഥാപാത്രത്തിൽ നിന്നുകൊണ്ടാണ് അവരൊരു ടാസ്ക് കളിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ഷാനവാസിൻ്റെ മുള്ളൻകൊല്ലി വേലായുധൻ്റെ ഹരോഹര എന്നുള്ള ഒരു പാട്ട്, വേൽമുരുക ഹരോഹര, ആ ഒരു പാട്ട് ഷാനവാസ് വളരെയധികം മനോഹരമായി നമുക്ക് മുൻപിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഷാനവാസിൻ്റെ ആ ഒരു വേഷവിധാനം തന്നെയാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാനവാസ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആര്യന് മായാമോഹിനി എന്നുള്ള ഒരു ക്യാരക്ടർ ആര്യൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടെങ്കിലും മാക്സിമം മായാമോഹിനി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ആര്യൻ ശ്രമിക്കുന്നുണ്ട്. അനിമോൾക്ക് കിട്ടിയിരിക്കുന്ന കഥാപാത്രമാണ് അനിമോൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട്. അനിമോൾക്ക് ബിഗ് ബോസ് ആ ഒരു ക്യാരക്ടർ കൊടുത്ത സമയത്ത് തന്നെ ബിഗ് ബോസിനോട് താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു ബിഗ് ബോസ് എന്നുള്ളതൊക്കെ അനിമോൾ പറയുന്നുണ്ടായിരുന്നു. കാരണം അനിമോളെ സംബന്ധിച്ചിടത്തോളം അനിമോൾ ഒരു ചൈൽഡിഷായ അല്ലെങ്കിൽ വളരെയധികം കുട്ടികളെ പോലെ പെരുമാറുന്ന ആ ഒരു കഥാപാത്രമായാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിലുക്കത്തിലെ ആ ഒരു വട്ടുകേസ് പോലുള്ള ഒരു കഥാപാത്രം, നമ്മുടെ കിലുക്കത്തിലെ രേവതി ചേച്ചി അഭിനയിച്ചിരിക്കുന്ന ആ ഒരു കഥാപാത്രം അനിമോൾക്ക് നല്ല രീതിയിൽ തന്നെ സ്യൂട്ട് ആവുന്നുണ്ട്. അത് വളരെയധികം മനോഹരമായി ഹാസ്യരൂപേണ എന്നാൽ വളരെയധികം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അനിമോൾ അത് പെർഫോം ചെയ്യുന്നുണ്ട്. അനീഷിൻ്റെ ജോക്കർ എന്നുള്ള ഒരു കഥാപാത്രം, ജോക്കർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, ജോക്കർ ഒരേ സമയം തന്നെ സങ്കടവും സന്തോഷവും ഇടകലർന്നൊരു ക്യാരക്ടറാണ്, ഒരു കഥാപാത്രം. അപ്പോൾ ജോക്കർ എന്നുള്ള ഒരു ഫിലിമിൽ തന്നെ ദിലീപേട്ടൻ ചെയ്തിരിക്കുന്ന ആ ഒരു കഥാപാത്രത്തെ അനീഷിന് വളരെയധികം രസകരമായി ചെയ്യാമായിരുന്നു. ഒരുപാട് സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കണ്ടൻറ്റ് മാക്സിമം ഉപയോഗപ്രദമാക്കാമായിരുന്നു. പക്ഷേ അനീഷ് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നി. ഇവർ ഈ പാട്ട് വെക്കുന്ന സമയത്ത് മാത്രമേ ആ ഒരു ക്യാരക്ടറിലോട്ട് വരുന്നുള്ളൂ. അല്ലാത്ത സമയത്തും നോർമലി ആരാണോ ആ ഒരു ബേസിലാണ് നിൽക്കുന്നത്. പക്ഷേ സാബുമൻ്റെ ആ ഒരു ഭൂതം, സാബുമൻ പറയുന്ന ഡയലോഗുകളായിക്കോട്ടെ, ആ ഒരു ശബ്ദമായിക്കോട്ടെ, മൊത്തത്തിലുള്ള ഒരു സാബുമൻ്റെ അപ്പിയറൻസ് ഒക്കെ ശരിക്കും ഭൂതത്തിൻ്റെ ആ ഒരു അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സാബുമൻ ഏകദേശം ഭൂതത്തെ പോലെ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. നൂറയുടെ ആ ഒരു കഥാപാത്രം, പ്രത്യേകിച്ച് നൂറ ക്യൂട്ടായ ഒരു വ്യക്തിയാണ്. അതായത് കാണാൻ വളരെയധികം രസമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സിങ്ങും മേക്കപ്പും എല്ലാം കൂടി ചേർന്നപ്പോൾ നൂറ കുറച്ചുകൂടി പ്രേക്ഷകർ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും നൂറയെ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട് ലൈവിലെ. നൂറ ആ ഒരു കഥാപാത്രം സത്യത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം രസകരമായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നൂറ കഥാപാത്രം വിടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ലക്ഷ്മി ആയിക്കോട്ടെ കസ്തൂരി എൻ്റെ കസ്തൂരി എന്നുള്ള ആ ഒരു പാട്ട് വെച്ചിട്ടുള്ള കഥാപാത്രമാണ്. ലക്ഷ്മി ആ ഒരു പാട്ട് വെച്ചിരുന്നു ബിഗ് ബോസ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്യുകയും ചെയ്തിരുന്നു. ബിന്നിക്കാണ് ഏറ്റവും പറ്റിയൊരു അബദ്ധം. അതായത് ബിന്നിക്ക് സിക്കന്ദർ എന്നുള്ള ഒരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്, ആ ഒരു റോളാണ്. പക്ഷേ ബിന്നി അതിലൊരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല.
അതായത് ബിന്നിക്ക് ഈ ഒരു സിക്കന്ദർ എന്നുള്ള ഒരു കഥാപാത്രത്തിൽ ബിന്നി അത് കിട്ടിയ സമയം മുതൽ ആകെ ഡെസ്പായ ഒരു അവസ്ഥയിലാണ് ബിന്നിക്ക്. കാരണം ലേഡീസിന് എല്ലാവർക്കും തന്നെ വളരെയധികം രസകരമായ അല്ലെങ്കിൽ മനോഹരമായ വേഷങ്ങളാണല്ലോ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിന്നിക്ക് ഇത് കിട്ടിയപ്പം ബിന്നിക്ക് വളരെയധികം സങ്കടമുണ്ട് എന്നുള്ളത് പിന്നീട് ആ ഒരു പെർഫോമൻസിൽ നിന്ന് തന്നെ അറിയുന്നുണ്ട്. എങ്കിലും ബിന്നി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ലൈവിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഷാനവാസ്, നൂറ, അനുമോള്, സാബുമൻ തുടങ്ങിയവരൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ തിളങ്ങി നിൽക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം ബി ഡാൻസ് മാരത്തോൺ ടാസ്ക് ആരായിരിക്കും തൂക്കുക എന്നുള്ളത്.